അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, SKSSFൻ്റെ കർമ്മധീരരായ മീഡിയയിലുള്ള പ്രവർത്തകരെ, ഞാൻ ഈ വോയിസ് വിടുന്നത് ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇത് വെറുമൊരു വോയിസായി കേൾക്കുന്നതിന് പകരം ഇത് നാം ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ നാവിലൂടെ സ്തുതിക്കാൻ പറ്റുന്ന വാക്കുകളല്ലാതെ, സ്തുത്യർത്ഥമായ വാക്കുകളല്ലാതെ നമ്മളുടെ നാവിലൂടെ വരാൻ പാടില്ല. നമ്മളുടെ നാവ് ശരീരത്തെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമായൊരു ഘടകമാണ്, ഒരു അവയവമാണ് നാവ്. ആ നാവ് നന്നായാൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കും. ആ നാവ് മോശമായാലോ ഒരുപാട് ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിത്തീരും. ഈ നാവിലൂടെയാണ് ഒരുപാട് ദോഷങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഗീബത്ത്, നമീമത്ത്, കളവ് പറയൽ, ചീത്ത പറയൽ, അതുപോലെ വ്യഭിചാര ആരോപണം നടത്തൽ, ആക്ഷേപിക്കൽ, അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ നാവിലൂടെ കടന്നു വരുന്നുണ്ട്. അതൊരുപാട് പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണമാക്കുന്നുണ്ട്. രണ്ട് മുഅ്മിനീങ്ങൾ ശണ്ട കൂടുകയാണെങ്കിൽ അവരെ മസ്ലഹത്താക്കൽ, അവരെ നന്നാക്കൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് വലിയ ഉപകാരമുള്ള സംഗതിയുമാണ്. അപ്പോൾ ഒരു നാവിനെ കൊണ്ട്, നാവ് നന്നായാൽ വലിയ ഉപകാരവും ഉണ്ടാകും, ഒരുപാട് ഉപദ്രവങ്ങളും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നൂറ് സൂറത്തിൽ 24-ാമത്തെ വചനം. അതായത് നിങ്ങളുടെ നാവും കൈകാലുകളും സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ബിമാ കാനൂ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച ഒന്നുകൊണ്ട്, നിങ്ങൾ ചെയ്ത ഒന്നുകൊണ്ട്. പിന്നെ അള്ളാഹു സൂറത്ത് ഖാഫ് 18-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളൊരു വാക്ക് മൊഴിയുന്നുണ്ടോ, ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അതൊക്കെ റഖീബ് അതീദ് അലൈഹിമസ്സലാം എഴുതിയിട്ടല്ലാതെ നിങ്ങൾ എന്ത് വചനം ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ റഖീബ് അതീദ് അലൈഹിസ്സലാം അത് എഴുതി വെക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യദ്മല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മന ലഹുൽ ജന്ന. ഇത് മുത്തഫഖുൻ അലൈഹായ ഹദീസാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള ഒന്നുകൊണ്ട് എനിക്ക് ഉറപ്പ് തന്നാൽ, നിങ്ങളുടെ രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ഒന്നുകൊണ്ട് എനിക്ക് ഉറപ്പ് തന്നാൽ, എന്താണോ താടിയെല്ലിൻ്റെ ഇടയിലുള്ള ഒന്ന്, അത് നാവാണ്. അതുപോലെ തന്നെ രണ്ട് കാലിൻ്റെ, രണ്ട് തുടയെല്ലിൻ്റെ ഇടയിലുള്ള ഒന്നെന്താണ്, അത് ഊഹ്യസ്ഥാനമാണ്. അത് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ അൽമന ലഹുൽ ജന്ന, അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് തരുന്നു. ഇത് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതാ. പിന്നെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട്, ഖാല ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹി തആല മാ യഖാലഹാ ബാലൻ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത് വഇന്നൽ അബ്ദ ലയതകല്ലമു മിൻ സുഖ്തില്ലാഹി തആല ലാ യൽഖാലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. അതായത് ഒരു അടിമ സംസാരിക്കും, അത് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽപ്പെട്ടൊരു സംസാരമാണ്. പക്ഷെ അവനത് വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല, അവൻക്കറിയില്ല ഇത് വലിയ കൂലിയുള്ള സംഗതിയൊന്നും. പക്ഷേ എന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദറജ ഇങ്ങനെ ഉയർത്തി കൊടുക്കും. പിന്നൊരു അടിമ, അവൻ സംസാരിക്കും മിൻ സുഖ്തില്ലാഹി തആല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹ്ക്ക്
വിഷമകരമാകുന്ന സംസാരത്തിൽ നിന്ന് സംസാരിക്കും. അവനത് വലിയ കാര്യമായിട്ടെടുക്കൂല. എന്നാലും അവനെ അത് ജഹന്നം എന്ന നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ബുഖാരി റളിയല്ലാഹു അൻഹു, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കാൻ പറ്റുന്ന ഗ്രന്ഥമായ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ ഒരു ഹദീസിലൂടെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അന്ത്യനാൾ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ഫല്യകുൽ ഖൈറാ, അവൻ ഖൈർ പറഞ്ഞുകൊള്ളട്ടെ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാണ്ടിരുന്നു കൊള്ളട്ടെ. ഒന്നെങ്കിൽ നാവ് കൊണ്ട് നല്ലത് പറയുക, ആരുടെയും ഗീബത്തോ നമീമത്തോ പറയാൻ പോകരുത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി തീരും. അത് നമ്മളുടെ നരകത്തിലേക്ക് നമ്മളെ ചെന്നെത്തിക്കാനുള്ള മാർഗമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സലാത്താകട്ടെ. എല്ലാവരെയും നാം നന്നാക്കിപ്പിക്കുക, യോജിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് ജീവിതത്തിൽ പകർത്താൻ നമ്മളുടെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.